പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവൻ 1928 കോട്ടയം നാഗമ്പടം ക്ഷേത്രാങ്കണത്തിലുള്ള തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് വല്ലഭശ്ശേരി ഗോവിന്ദനാശാനും TK കിട്ടൻ റൈറ്ററും അടങ്ങുന്ന സംഘം ഗുരുവിൻ്റെ സവിധത്തിലെത്തി ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് തീർത്ഥാടനം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ അവരോട് ചോദിച്ചു. അവർ ചില മറുപടികളൊക്കെ കൊടുത്തു. ഒടുവിൽ ഗുരുദേവൻ പറഞ്ഞു, വെറുതെ കുറേ ആളുകൾ കുറേ പണവും വ്യയം ചെയ്ത് ശിവഗിരിയിലെത്തി കുളിച്ച് തൊഴുത് ഭക്ഷണവും കഴിച്ച് പോയതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നീ 8 വിഷയങ്ങൾക്ക് മുഖ്യത കൽപ്പിച്ചുകൊണ്ട് അതാത് വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ കൊണ്ട് പ്രസംഗങ്ങൾ പറയിപ്പിക്കണമെന്നും ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധിയോടുകൂടിയ 10 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ശ്രീബുദ്ധൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും വസ്ത്രമായ പീതാംബരവും അണിഞ്ഞ് ശിവഗിരിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ സശ്രദ്ധം കേൾക്കണമെന്നും അവിടെ നിന്ന് കിട്ടുന്ന അറിവിനെ പ്രയോഗത്തിൽ വരുത്തി ജീവിത വിജയം നേടണമെന്നും കൽപ്പിക്കുകയുണ്ടായി. അന്ന് തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ തുടങ്ങിയ 3 പ്രദേശങ്ങളായിട്ടായിരുന്നു ഇന്നത്തെ കേരളം നിലകൊണ്ടിരുന്നത്. പൊതുവേ മലയാളികളുടെ ഒരു രീതി വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന ഒരു സമീപനമായിരുന്നു. അന്നത്തെ സാമൂഹികമായ പ്രത്യേകമായ സാഹചര്യത്തിൽ താണവരെന്ന് മുദ്ര കുത്തപ്പെട്ട് ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനവും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന വിദ്യാലയങ്ങൾ തന്നെ സ്ഥലപരിമിതിയും മറ്റും കൊണ്ട് കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിക്കാനും കഴിയുമായിരുന്നില്ല. ഗുരുവിൻ്റെ മഹത്തായ ഒരു സന്ദേശമാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ളത്. അത് പ്രായോഗികമാക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ ഒട്ടേറെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അരുവിപ്പുറത്തും ശിവഗിരിയിലും ആലുവയിലുമൊക്കെ ഗുരു തന്നെ നേരിട്ട് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തിന് ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും പ്രഥമവും പ്രധാനവുമായ പരിഗണന കൊടുത്തത് വിദ്യാഭ്യാസത്തിനാണ്. ഗുരുവിൻ്റെ സങ്കല്പത്തിലുള്ള വിദ്യാഭ്യാസം ഭൗതികമായ പുരോഗതിക്ക് ഉതകുന്നതും അതോടൊപ്പം തന്നെ ആത്മീയമായ വളർച്ച കൈവരിക്കാൻ പ്രയോജകീഭവിക്കുന്നതുമാണ്. ചുരുക്കി പറഞ്ഞാൽ പരാവിദ്യയ്ക്കും അപരാവിദ്യയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ്. ഏതെല്ലാം വിഷയങ്ങളിലാണ് ജനങ്ങൾ വിദ്യാഭ്യാസം നേടേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് 2 മുതൽ 8 വരെയുള്ള ലക്ഷ്യങ്ങളിലായി ഗുരു വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് ശുചിത്വമാണ്. നമുക്കറിയാം, കൊറോണ പോലെയുള്ള മഹാമാരി പിടിപെട്ട് ലോകമാകെ അതിൻ്റെ മുമ്പിൽ നിസ്സഹായരായി വിറങ്ങലിച്ച് നിന്നപ്പോഴും ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ യുദ്ധപ്രഖ്യാപനം പോലെ പറഞ്ഞത് എല്ലാവരും ശുചിത്വം പരിപാലിക്കണമെന്നാണ്. ഗുരുവിൻ്റെ ശുചിത്വ സങ്കല്പവും വളരെ വിശാലമാണ്. വ്യക്തിപരമായ ശുചിത്വവും സാമൂഹികമായ ശുചിത്വവും അതോടൊപ്പം തന്നെ ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വം പരിപാലിക്കണമെന്നാണ്. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ബൈബിളിലെ ഒരു വചനമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന് പറയുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ആഭ്യന്തര ശുദ്ധിയാണ്. ഭഗവത്ഗീതയിലും ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാണ്. ഈശ്വരൻ സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്നാണ്. ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളണമെങ്കിൽ ഹൃദയം ശുദ്ധമായിരിക്കണം. അത് ആഭ്യന്തര ശുദ്ധിയുടെ ഭാഗമാണ്.
ബാഹ്യമായ ശുദ്ധിയാണ് നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ആ ഗൃഹവും പരിസരവും നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലവും ഒക്കെ ഉൾപ്പെടെയുള്ളത് വൃത്തിയായി സൂക്ഷിക്കുക, നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഗുരുവിൻ്റെ ശുചിത്വ സങ്കല്പം എന്ന് പറയുന്നത് ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വവും അവിടെ തന്നെ വ്യക്തിനിഷ്ഠവും സാമൂഹികമായ ശുചിത്വവും ഉൾപ്പെടുന്നതാണ്. അത് ഭൗതികമായ പുരോഗതിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം അതിലുൾപ്പെടും. ശുചിത്വവും ആരോഗ്യവും ഒരേ വസ്ത്രങ്ങളിലെ ഊടും പാവും പോലെ ഇഴചേർന്ന് നിൽക്കുന്നതാണ്. ശുചിത്വ പരിപാലനത്തിന് കോട്ടം തട്ടിയാൽ ആരോഗ്യരംഗം തകരും. അതുപോലെ തന്നെയാണ് ഈശ്വരഭക്തിയെക്കുറിച്ച് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഈശ്വരഭക്തി എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. അതിന് ഉതകുന്ന തരത്തിൽ 1888 അരുവിപ്പുറത്ത് തുടങ്ങി കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലായി 52 പരം ക്ഷേത്രങ്ങൾ ഗുരുദേവൻ നേരിട്ടും ഗുരുവിൻ്റെ സാന്നിധ്യത്തിലും നിർദ്ദേശപ്രകാരവും കുറേ ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരെ കൊണ്ടും പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട്. ഈശ്വരഭക്തിയിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ അടിത്തറയിൽ പടുത്തുയർത്തുന്ന ഒരു വികസനത്തിന് മാത്രമേ ശാശ്വതമായ നിലനിൽപ്പുണ്ടാകുകയുള്ളൂ എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈശ്വരഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ഭൗതികമായ പുരോഗതിക്കും തൊഴിലില്ലായ്മയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും സാമ്പത്തിക ഭദ്രതയ്ക്കും അനിവാര്യമായ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ തുടങ്ങിയുള്ളവയെല്ലാം പ്രോത്സാഹിപ്പിക്കണമെന്ന് ഗുരു നിർദ്ദേശിച്ചു. അതും തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഒറ്റ നോട്ടത്തിൽ ഭൗതികമായ പുരോഗതിക്കാണ് ഉതകുന്നതെങ്കിലും അതിലൂടെ കിട്ടുന്ന സാമ്പത്തികമായ നേട്ടവും അവസരങ്ങളും മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ അതും ആധ്യാത്മികമായ വളർച്ചയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗം. ഗുരുദേവൻ ഇത് പറയുന്നത് 1928 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങാൻ. അതുപോലെ തന്നെ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലുള്ള VSC പോലുള്ള സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയുടെ ദേശീയ പതാക അഭിമാനപൂർവ്വം പാറിച്ചുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മംഗൾയാൻ്റെ പരിപൂർണമായ വിജയവും അതും ആദ്യ ശ്രമത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏഷ്യയിൽ ആദ്യമായി ആ നേട്ടം കൈവരിച്ച രാഷ്ട്രമെന്ന 3 അന്താരാഷ്ട്ര റെക്കോർഡുകളോടുകൂടി ഇന്നും നിലകൊള്ളുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രയാൻ 2 വിജയം, അതും ദക്ഷിണ ധ്രുവത്തിൽ തന്നെ ചന്ദ്രയാനെ ലാൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമുള്ള ആദിത്യ L1 വിജയം, തുടർന്നിങ്ങോട്ട് ഒട്ടേറെ ഗവേഷണ പദ്ധതികൾക്ക് ലോകത്ത് തന്നെ മാതൃകയായി മുന്നേറുകയാണ്. ഒരു സമയത്ത് ഇന്ത്യയെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പിച്ചവെക്കുന്ന ഒരു രാഷ്ട്രമായി പോലും അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന നാസ പോലുള്ള ഏജൻസികൾ ഇന്ന് നമ്മളുമായി ജോയിൻ്റായി ഈ ആകാശ പര്യവേഷണ രംഗത്തും മറ്റും പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു സമയത്ത് ആഗോളതലത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് നേടിയിരുന്നത് ജപ്പാനായിരുന്നു. അന്ന് 34 ഉപഗ്രഹങ്ങളെ ഒരേ റോക്കറ്റിൽ തന്നെ വിക്ഷേപിച്ച് ഈ 34 ഉപഗ്രഹങ്ങളും കൃത്യമായ ഓർബിറ്റിലെത്തിച്ച് പരിപൂർണമായി പ്രവർത്തനക്ഷമമാക്കിയ രാജ്യം എന്നുള്ള റെക്കോർഡ് ജപ്പാന് സ്വന്തമായിരുന്നു. പക്ഷേ ഇന്ത്യ 104 ഉപഗ്രഹങ്ങളെ ഒരേ റോക്കറ്റിൽ വിക്ഷേപിച്ച് എല്ലാം യഥാർത്ഥ ഓർബിറ്റിൽ യഥാസമയം എത്തിച്ച് പൂർണ്ണമായി പ്രവർത്തിപ്പിച്ച് വിജയം നേടിയ രാഷ്ട്രം എന്നുള്ള അന്താരാഷ്ട്ര റെക്കോർഡ് ഇന്ന് നമ്മുടെ രാഷ്ട്രമായ ഇന്ത്യക്ക് സ്വന്തമാണ്. അതൊരു പക്ഷേ ഭേദിച്ചേക്കാം, പക്ഷേ അതിന് മുമ്പ് പറഞ്ഞ പല റെക്കോർഡുകളും ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് സ്വന്തമായിരിക്കും. അതുമാത്രവുമല്ല, നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് സുസ്ഥിരത വരുത്തുന്നതിന് വേണ്ടി
വിദേശ നാണ്യം നമുക്ക് അനിവാര്യമാണ്. നമ്മൾ 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോൾ അതിനകത്തുള്ള 54 ഉപഗ്രഹങ്ങൾ അമേരിക്കയുടേതായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇത്ര കൃത്യതയോടുകൂടി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ പറ്റുന്നൊരു സംവിധാനം ഇന്നിപ്പോൾ ഇന്ത്യക്ക് മാത്രമാണ്. മറ്റുള്ളവരൊക്കെ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ ഒക്കെ എത്തിച്ചേക്കാം, പക്ഷേ അവർക്ക് ചിലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വികസിതവും വികസ്വരവുമായ രാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 10,000 കോടി ഡോളറുകളുടെ വിദേശ നാണ്യമാണ് നമ്മൾ സ്ഥിരമായി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും ഇന്ത്യയുടെ പൊതുവായ വികസനത്തിനുമെല്ലാം വളരെയേറെ പ്രയോജകീഭവിക്കും. ഇന്ത്യ ഇന്നൊരു വലിയ ശാസ്ത്ര സാങ്കേതിക ശക്തിയായി വളർന്ന് വലുതായി കഴിഞ്ഞു. ഞാൻ ഇത്രയും പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാണ്ട് 2 പതിറ്റാണ്ടിന് മുമ്പാണ് ഗുരുദേവൻ നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പരിശീലനം നേടണമെന്ന് കൽപ്പിച്ചത്. ഇവിടുത്തെ ഭരണാധിപന്മാരോ ഭരണതന്ത്രജ്ഞന്മാരോ ശാസ്ത്രജ്ഞന്മാരോ മറ്റോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഗുരു ഇത് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. ഏതായാലും ഗുരുവിൻ്റെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗം ജനങ്ങൾ നന്നായി മനസ്സിലാക്കി മുന്നേറണമെന്നുള്ള ആ കാര്യം ഇന്ന് നമ്മൾ പ്രായോഗികമാക്കി നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ഏറെ സ്വാധീനം ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക രംഗം കൈയടക്കിയിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ സാങ്കേതികവിദ്യ, നൂതനമായ സാങ്കേതികവിദ്യ ഒഴിവാക്കിക്കൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഏതാണ്ട് 92ാമത് ശിവഗിരി തീർത്ഥാടനമാണ് ഇപ്പോൾ സമാഗതമായിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒട്ടേറെ ഈ തീർത്ഥാടന ലക്ഷ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പല സമ്മേളനങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ശാസ്ത്ര സാങ്കേതിക സമ്മേളനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ തീർത്ഥാടനത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ, ശിവഗിരി തീർത്ഥാടനത്തിന് ഇതിനോടനുബന്ധമായി വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ശിവഗിരി സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി വർഷമാണ് ഈ 2024-25 വരുന്നത്. 1924 മാർച്ച് മാസം 12-ാം തീയതിയാണ് മഹാത്മാഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ചത്. അന്ന് രാത്രി ശ്രീനാരായണ ഗുരുദേവൻ താമസിച്ചിരുന്ന വൈദിക മഠത്തിൽ മഹാത്മാഗാന്ധി താമസിച്ചു. ഗാന്ധിജിയുടെ ഡയറിയിൽ ഇത് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഡയറി ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഗുജറാത്തിയിലും പ്രസിദ്ധീകൃതമായത് കുറേയൊക്കെ കോപ്പികൾ അവൈലബിളാണ്. അതിലെ ഗുജറാത്തി ഡയറിയിൽ 180-ാമത്തെ പേജിൻ്റെ മധ്യഭാഗത്ത് വർക്കല എന്ന സബ് ടൈറ്റിൽ കൊടുത്തിട്ട് ട്രാവൻകുറാണ മഹാറാണി സാത്തെ മുലാഖാത്ത എന്നെഴുതിയിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാറാണിയെ സന്ദർശിച്ചു. തുടർന്ന് വരുന്ന ഭാഗത്ത് ധാർമ്മിക നേതാന നിവാസസ്ഥാന് ശിവഗിരി മട്വാം രാത്രിഹ്യ എന്നും പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 181-ാമത്തെ പേജിൽ ആലുവായ് എന്ന സ്ഥലനാമം കൊടുത്തിട്ട് അതിനോടനുബന്ധമായി ശ്രീനാരായണ ഗുരുസ്വാമിഭ്യോ സ്ഥാപയില അദ്വൈതാശ്രമനി മുലാഖാത്ത എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമി സ്ഥാപിച്ച അദ്വൈതാശ്രമം സന്ദർശിച്ചു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിജി 3 തവണ ശിവഗിരി മഠം സന്ദർശിച്ചിട്ടുണ്ട്. അതിനു പുറമേ ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് 1924 നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ സെന്നറി സെലിബ്രേഷൻ കൂടി നടക്കുന്നുണ്ട്. ഒട്ടേറെ ശതാബ്ദികൾ സംഗമിക്കുന്ന വർഷം കൂടിയാണിത്. അപ്പോൾ അതിനോടനുബന്ധമായി ഇപ്പോൾ വത്തിക്കാനിൽ ഹിസ് ഹോളിനസ് പോപ്പ് ഫ്രാൻസിസ്
ഇനാഗുറേറ്റ് ചെയ്ത സർവമത സമ്മേളന ശതാബ്ദി ആഘോഷവുമൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ സമാപന സെക്ഷൻ നടത്തിയത് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ശവകുടീരത്തിനോട് ചേർന്നുള്ള ബസിലിക്കയിൽ വെച്ചുമാണ്. അപ്പോൾ തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള പല സമ്മേളനങ്ങളിലായി സംസ്ഥാന മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒട്ടേറെ വിശിഷ്ട വ്യക്തിത്വങ്ങളുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വളരെ വിപുലമായ സമ്മേളന പരിപാടികൾ ആണ് ഇതിനോടനുബന്ധമായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായി ഒട്ടേറെ കലാപരിപാടികളും ഇതിനോടനുബന്ധമായി നടത്തുന്നുണ്ട്. ഗുരുദേവൻ 1912 വിദ്യാദേവതയായ ശാരദയെ ശിവഗിരിയുടെ താഴ്വാരത്ത് പ്രതിഷ്ഠിക്കുന്നത്. അതിനോടനുബന്ധമായി വിദ്യാഭ്യാസത്തിനും അതിൻ്റെ ഭാഗമായി തന്നെ കലകളും സാഹിത്യവും സ്പോർട്സും ഒക്കെ ഉൾപ്പെടുത്തിയതായി കാണാവുന്നതാണ്. ഹരികഥാ കാലക്ഷേപവും സംഗീതവും നാടൻ ഭജൻസും ഉപകരണ സംഗീതവും ഓട്ടംതുള്ളലും കഥകളിയും നാടകവും സിനിമറ്റോഗ്രാഫും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ വിദ്യാർത്ഥികളുടെ സ്പോർട്സ് കോമ്പറ്റീഷനും ഒരു വിദ്യാർത്ഥി സമ്മേളനവും അതിനെല്ലാം ഉപരി സ്ത്രീ വിമോചനത്തിന് വേണ്ടി ഒരു വനിതാ സ്ത്രീ സമാജവും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലിംഗഭേദം കൂടാതെ ജാതിഭേദമോ മതദ്വേഷവും ഇല്ലാതെ സർവ മനുഷ്യരാശിയുടെയും സമഗ്രമായ പുരോഗതിയും വളർച്ചയുമാണ്. അത് ഭൗതികമായും ആത്മീയവുമായ വളർച്ച നേടുക. ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത് അനശ്വരതയുടെ തിരുനടയിലെ അറിവിൻ്റെ മഹാതീർത്ഥാടനമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര തീർത്ഥാടനങ്ങളിൽ നിന്നും ശിവഗിരി തീർത്ഥാടനത്തെ വേറിട്ട് നിർത്തുന്നതും ഇതുതന്നെയാണ്. ഭൗതികമായ പുരോഗതിയും അതോടൊപ്പം തന്നെ ആത്മീയമായ വളർച്ചയും ഇത് ലക്ഷ്യമാക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മ നിറഞ്ഞ 92ാമത് ശിവഗിരി തീർത്ഥാടന ആശംസകൾ. നമസ്കാരം.